അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഈ ആയത്തിന്റെ 1-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അന്ത്യപ്രവാചകനായി അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം മദീനയിലുണ്ടായിരുന്ന യഹൂദികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നതിന് പകരം ഒഴിവുകഴിവ് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ക്ഷണത്തിൽ നിന്നും പിന്മാറിക്കളയുകയാണ് അവർ ചെയ്തത്. അവരുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ആ ക്ഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് അവർ ചെയ്തത്. ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടതുകൊണ്ട് താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് ഗ്രാഹ്യമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. അവരുടെ ഈ വാദങ്ങൾ, അതായത് അവർക്ക് പ്രവാചകനെ കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ കുറിച്ച് ഗ്രാഹ്യമില്ല എന്ന് പറയുന്നത്, അത് വെറും കളവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആ അവിശ്വാസം കാരണം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അവരിൽ നിന്ന് വിശ്വാസികളായി രംഗത്ത് വരുന്ന ആളുകളെ കാണാൻ കഴിയുന്നത് അത് വളരെ കുറവായിരിക്കും. അതല്ലെങ്കിൽ അവരുടെ വിശ്വാസം വളരെ കുറവും അവരിലുള്ള കുഫ്ർ അത് ഏറെ അധികവുമായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 88-ാമത്തെ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ യഹൂദികളെ കുറിച്ച് പറഞ്ഞ ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, പക്ഷെ അവരുടെ അവിശ്വാസം നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ താല്പര്യം. ശപിക്കപ്പെട്ടവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യഹൂദികളെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച ലഅനത്ത് അഥവാ ശാപം എന്ന പദം അത് വെറുപ്പിന്റെ ആധിക്യം കാരണം എല്ലാവിധ കാരുണ്യങ്ങളിൽ നിന്നും ദയയിൽ നിന്നുമൊക്കെ അകറ്റിക്കളയുന്നതിനാണ് സഹോദരങ്ങളെ സാങ്കേതികമായി ലഅനത്ത് എന്ന് പറയാറുള്ളത്. ഇവിടെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഈ ശാപം കൊണ്ട് വിവക്ഷിക്കുന്നത് ഈ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹു ശപിച്ചവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല. അവർ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകാൻ പോകുന്ന ആളുകളായിരിക്കും എന്നതാണ് അള്ളാഹുവിന്റെ ശാപം ലഭിച്ച ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ ശാപം എന്നതിന്റെ താല്പര്യം അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എന്നാൽ സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഒരു വ്യക്തി മറ്റൊരു സൃഷ്ടിയെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു അടിമയെ ശപിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം അത് അവനോടുള്ള വെറുപ്പും വിരോധവും കാരണം ആ വ്യക്തിക്കെതിരിൽ പ്രാർത്ഥിക്കലായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു ഒരു വ്യക്തിയെ ശപിക്കുന്നതും അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യൻ ഒരു വ്യക്തിയെ ശപിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്, വലിയ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ഗൗരവപൂർവം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സത്യവിശ്വാസികൾക്ക് ലഅനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ ശപിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ്. ഈ ശപിക്കൽ അത് 2 രൂപത്തിൽ നടക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി തരികയാണ്. ഒന്നാമതായി കുഫാറുകളെയും പാപങ്ങളെയും ഒക്കെ മൊത്തത്തിൽ ശപിക്കലാണ്. ഏതുപോലെ ഒരാൾ പറയുകയാണ് ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് ലഅനത്തുല്ലാഹി അലൽ കാഫിരീന വൽ ഫാസിഖീന വൽ ളാലിമീൻ, സത്യനിഷേധികളുടെയും തെമ്മാടികളുടെയും അക്രമികളുടെയും മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അല്ലെങ്കിൽ ലഅനല്ലാഹു ശാരിബൽ ഹംരി വസ്സാരിഖ്, കള്ളുകുടിയന്റെയും കള്ളന്മാരുടെയും മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ഈ രൂപത്തിൽ ഒരാൾക്ക് ലഅനത്ത് ചെല്ലാവുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ശാപപ്രാർത്ഥനയല്ല ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് ആമായ നിലക്ക്, പൊതുവായ നിലക്കിൽ മൊത്തത്തിൽ നടത്തുന്ന ഒരു ശാപപ്രാർത്ഥനയാണ് ഇത്. ഇനി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന 2-ാമത്തെ രൂപം അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തുകൊണ്ട് ആ വ്യക്തിക്കെതിരിൽ നടത്തുന്ന ശാപപ്രാർത്ഥനയാണ്.
ഒരുപക്ഷെ ആ ശാപപ്രാർത്ഥനയ്ക്ക് വിധേയമാകുന്ന വ്യക്തി ഒന്നുകിൽ അവിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം ആയിരിക്കാം. ഏതായാലും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കുഫാറുകളുണ്ട്. ഉദാഹരണത്തിന് ഇബ്ലീസ്, അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫിർഔൻ, അതുപോലെ അബൂലഹബും അബൂജഹലുമൊക്കെ ഇവരെയൊക്കെ ശപിക്കപ്പെട്ടവരായി ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ട വിഷയങ്ങളാ സഹോദരങ്ങളെ. അതുകൊണ്ട് അവർക്ക് നേരെ ലഅനത്ത് പറയുന്നത്, ശാപപ്രാർത്ഥന ചൊരിയുന്നത് അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്, അതിന് യാതൊരു തെറ്റുമില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ ശപിക്കുന്ന വിഷയം, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു രേഖയും വന്നിട്ടില്ലാത്ത ആളുകൾ, അവർ കാഫിറുകളായ ആളുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാം തിന്മയായി പ്രഖ്യാപിച്ച തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണ്. ഇത്തരം ആളുകളെ ശപിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത, അള്ളാഹു ശപിച്ചിട്ടില്ലാത്തവരെ ശപിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത്, കാഫിറായി മരണപ്പെട്ടു എന്ന് ഉറപ്പുള്ള മുസ്ലിമുകളല്ലാത്ത ആളുകളെ ശപിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വേറെ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ, അതിലെ പ്രസക്തമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ഇസ്ലാമിക സൈന്യത്തിന് നേരെ അക്രമം നടത്തിയ സാഹചര്യത്തിൽ ആ ശത്രുക്കളിൽ കൂടുതൽ അക്രമം നടത്തിയ ചില മുശ്രിക്കുകൾക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയുണ്ടായി. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി വന്ന സംഭവമാണ് ഇത് സഹോദരങ്ങളെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശത്രുക്കൾക്ക് നേരെ നടത്തിയ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിലെ 128, 129 ആയത്തുകൾ ഇറക്കി കൊടുക്കുകയാണ്. ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. നബിയെ, കാര്യത്തിന്റെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല. അള്ളാഹു ഒന്നെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവൻ അവരെ ശിക്ഷിച്ചേക്കാം. തീർച്ചയായും അവർ അക്രമികളാകുന്നു. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു ഗഫൂറുർ റഹീം. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ, അവർക്ക് നേരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരുത്തി കൊടുക്കുകയും അവർ ഒരു പക്ഷേ പശ്ചാത്തപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നേക്കാമെന്ന മഹത്തായ ഒരു പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുകയായിരുന്നു. സൈഫുള്ള അഥവാ അള്ളാഹുവിന്റെ വാൾ എന്ന് വിശേഷിപ്പിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്ന പല ആളുകളും ഉഹദ് യുദ്ധത്തിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അത് അറിയപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ. ഈ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ജീവിച്ചിരിപ്പുള്ള വ്യക്തികൾക്ക് നേരെ ഒരു നിലക്കും ശാപപ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഇവിടെ സൂചിപ്പിക്കാനുള്ള രണ്ടാമത്തെ സംഭവം, അത് ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബ്ദുള്ള എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. ജനങ്ങൾ അയാളെ ഹിമാർ അഥവാ കഴുത എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം തന്റെ സംസാര ശൈലി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിരിപ്പിക്കാറുള്ള വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം മദ്യപിച്ച കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അടിക്കുകയുണ്ടായി. പിന്നെയും ഒരു ദിവസം അദ്ദേഹം മദ്യപിച്ചത് കാരണം അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പോ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കുവാൻ വേണ്ടി സ്വഹാബികളോട് കൽപ്പിക്കുകയും അങ്ങനെ സ്വഹാബികൾ അദ്ദേഹത്തെ അടിക്കുകയും ചെയ്തു. ആ സമയം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അള്ളാഹുവേ, ഇവനെ നീ ശപിക്കണമേ, എത്ര പ്രാവശ്യമാണ് മദ്യപിച്ച നിലയിൽ അവനെ പിടിച്ചുകൊണ്ടുവരുന്നത് എന്ന് ഒരു സ്വഹാബി പറയുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ലാ തൽഅനൂ,
നിങ്ങൾ അയാളെ ശപിക്കരുത്. ഫവല്ലാഹി മാ അലിംതു ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവാണ്, അയാൾ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് എന്റെ അറിവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ ഒരു വ്യക്തി അവരൊരു പാപം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ മുസ്ലിമുകളിൽപ്പെട്ട ഇസ്ലാമിക വൃത്തത്തിനകത്തു തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അയാൾ, ആ മദ്യപിച്ച വ്യക്തി, അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അയാളെ ശപിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ രേഖകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹുവും റസൂലും ശപിച്ചിട്ടുള്ള പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഈ രൂപത്തിലുള്ള ആളുകളെ നമുക്കും സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്കും ശപിക്കാമെന്നാണ്. അതായത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ആളുകളെ നമുക്ക് ശപിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അവന് നരകം അനിവാര്യമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ രൂപത്തിലുള്ള ഒരു വ്യക്തിയെ, ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ, സഹോദരങ്ങളെ, അവൻ പ്രവർത്തിച്ച തിന്മയുടെ പേരിൽ അവരെ ശപിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതായാലും സഹോദരങ്ങളെ, ഏതെങ്കിലും വ്യക്തിയെ ശപിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ശഫാഅത്തിന് അനുമതി നൽകപ്പെടുന്ന ചില ആളുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശഫാഅത്ത് നിർവഹിക്കും. മറ്റു നബിമാരും വിശ്വാസികൾക്ക് വേണ്ടി ശഫാഅത്ത് നിർവഹിക്കും. അതുപോലെ മലക്കുകളും ശുഹദാക്കളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ശഫാഅത്ത് നിർവഹിക്കും. അതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളായ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്ത് നിർവഹിക്കുവാനുള്ള അവസരം നൽകുമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ശഫാഅത്തിന് സമ്മതം നിഷേധിക്കുന്ന ചില മുസ്ലിമുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നൽ ലആനീന ലാ യകൂനൂന ശുഹദാ വലാ ശുഫാഅ യൗമൽ ഖിയാമ, നിശ്ചയം വല്ലാതെ ശപിക്കുന്നവർ അന്ത്യനാളിൽ സാക്ഷികളോ ശഫാഅത്ത് ചെയ്യുന്നവരോ ആവുകയില്ല എന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാം ഒരു കൂട്ടർക്ക് നേരെ ശാപപ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് അത് ഗൗരവമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ സൂറത്തുൽ ബഖറയിൽ ഈ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ അവരുടെ അവിശ്വാസം കാരണം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം ഗൗരവം കൂടുതലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ശപിക്കപ്പെട്ട ഒരു വിഭാഗമായി ഈ യഹൂദികൾ മാറാൻ കാരണമായത് എന്താണോ അത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ സൂക്ഷിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 88-ാമത്തെ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.